കുറെ വർഷം കഴിഞ്ഞ് അവളെ കണ്ടപ്പോ തന്നെ എന്റെ തല അങ്ങ് പെരുത്തുപോയി. നമ്മുടെ കുടുംബത്തെ അപമാനിച്ചിട്ട് പോയവളല്ലേ. അവളെ കണ്ടപ്പോ തന്നെ കയ്യിൽ കിട്ടിയത് എടുത്ത് രണ്ടെണ്ണം കൊടുക്കാൻ എനിക്ക് തോന്നി. നീ വെറുതെ ടെൻഷൻ ആവണ്ട, പോയി ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്കേ. എനിക്ക് കഴിക്കാനും വേണ്ട കുടിക്കാനും വേണ്ട. എനിക്കെന്തോ ചില സംശയങ്ങളുണ്ട്. ഇതിനെല്ലാം കാരണം നിങ്ങളുടെ അമ്മയായിരിക്കുമെന്ന്. അയ്യോ, കാരണം നമ്മൾ ആരും അറിയാതെ കഴിഞ്ഞ ആഴ്ച തേക്കടി പോയി വന്നതല്ലേ. ഇപ്പൊ അവള് തേക്കടിന്ന് ചെന്നൈയിൽ വന്നിരിക്കുക. അമ്മേ, ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ. ആ വിജി നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മോള് തന്നെയാ. എന്നാൽ ഒരു കാരണവശാലും ഇദ്ദേഹത്തിന്റെ അനീതിയായിട്ടോ എന്റെ നാത്തൂരായിട്ടോ അവളെ അംഗീകരിക്കാൻ പറ്റില്ല. എന്നെങ്കിലും അവൾ ഈ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചാ ആ കാല് ഞാൻ വെട്ടി വീഴ്ത്തും. അവള് നമ്മുടെ കുടുംബത്തെ അപമാനിച്ചിട്ട് പോയതുകൊണ്ടാ ദൈവം അവളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കാത്തത്. അവളുടെ കുഞ്ഞിന്റെ സ്കൂൾ ഫീസ് പോലും അടയ്ക്കാൻ പറ്റാതെ ജോലിക്ക് വന്ന ആദ്യ ദിവസം തന്നെ ഓണറിന്റെ മുമ്പിൽ കൈ നീട്ടി കടം ചോദിച്ചുകൊണ്ടിരിക്കുക. അവള് ചെയ്ത പാപത്തിന് ശിക്ഷ കിട്ടാതിരിക്കും അവൾക്ക്. ശരി, അത് വിട്. അവളവിടെ ജോലി ചെയ്യുന്ന നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ അവളെ ജോലിയിൽ നിന്ന് പറഞ്ഞുവിടാൻ നോക്ക്. അല്ലെങ്കിൽ നീ വേറെ ഏതെങ്കിലും കടയിൽ പോയി ജോയിൻ ചെയ്യുക, അത്ര തന്നെ. എന്ത്, ഞാൻ പോകണമെന്നോ? ആ കടയിൽ ഒരുപാട് വർഷം ജോലി ചെയ്ത് നല്ലൊരു പൊസിഷനിൽ ഇരിക്കാൻ ഞാൻ ഇന്നലെ കയറി വന്നവളെ പേടിച്ച് ഞാൻ ഇറങ്ങിപ്പോണെന്നോ? നിങ്ങൾ നോക്കിക്കോ, അവളെ അവിടുന്ന് ഒരാഴ്ചക്കുള്ളിൽ അടിച്ച് പുറത്താക്കിയിരിക്കും. ശിവ, വിജിമോളുടെ മോൾക്ക് സ്കൂൾ ഫീസ് പോലും കെട്ടാൻ പറ്റാതെ കഷ്ടപ്പെടുവാടാ. ഞാൻ നമ്മുടെ രഞ്ജിത്തിന് ആ ശരി, ഞാനൊരു ചിട്ടി ചേർന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ കാശ് വാങ്ങിച്ച് നമുക്ക് അവക്ക് കൊണ്ടുപോയി കൊടുക്കാടാ. എവിടെയാണ് ചേച്ചിയുടെ അഡ്രസ്? നമുക്ക് വീടറിയില്ലല്ലോ. എടാ, നിന്റെ ഏടത്തിയുടെ കടയിലല്ലടാ നിൽക്കുന്നേ. അവളുടെ അഡ്രസ് നമുക്ക് അവിടെ പോയിട്ട് അന്വേഷിക്കാം. ഇതാരോടും പറയല്ലേടാ. ശരി അമ്മ, ഞാൻ പോവാം. ചേച്ചിയെ കണ്ടിട്ട് കുറെ ദിവസമായില്ലേ, എനിക്ക് കാണുന്നുണ്ട്. ശരി. എന്റെ ഈശ്വര, ഡാഡി വാ പോവാ. എവിടെയാടാ? എവിടാന്നോ? എന്താ ഒന്നും അറിയാത്തോല് സംസാരിക്കുന്നത്? അല്ല, എന്തിനാ നീ ഇപ്പോ ഈ സ്കൂൾ യൂണിഫോം കണ്ടിരിക്കുന്നേ? വാട്ട് നോൺസെൻസ്. സ്കൂളിൽ പോകുമ്പോ പിന്നെ സ്കൂൾ യൂണിഫോം അല്ലാതെ പോലീസ് വേഷമാണോ ഇടേണ്ടത്? എന്തൊരു വിവര. കമോൺ അച്ഛാ, എന്നെ സ്കൂളിൽ കൊണ്ടുവിട്, സമയായി. നീയാണോടോ ഈ സംസാരിക്കുന്നേ? എന്താ അച്ഛമ്മ തുറച്ചു നോക്കുന്നത്? സ്കൂളിലേക്ക് നേരത്തെ പുറപ്പെട്ടത് കൊണ്ടാണോ? പഠിക്കാനുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര ശ്രദ്ധയാ. എന്റെ ഫേവറേറ്റ് ഗോഡ് സരസ്വതിയാ. 24 hours ക്ലാസ് വർക്ക്, ഹോംവർക്ക്, സ്റ്റഡീസ് മാത്രം തീരുമാനിച്ചിരിക്കുക. വലിയ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്ന പോലെ. എന്റെ ചക്കര, അബ്ദുൾ കലാമിനെ പോലെ വലിയ ശാസ്ത്രജ്ഞനാവും നീ. താങ്ക്സ് ഹണി. ഈ കിളവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു കൊച്ചും രക്ഷപ്പെടില്ല. അച്ഛ വരുന്നുണ്ടോ ഇല്ലയോ? എന്റെ സ്റ്റഡീസിന്റെ കാര്യത്തില് ഒരു സെക്കൻഡ് പോലും കളയാൻ എനിക്ക് ഇഷ്ടമല്ല. ഓ, എന്റെ ദൈവമേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കൊച്ചു സാറേ, എന്നൊന്ന് പറ, സമയമില്ല. പെർഫോമൻസ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. എന്നാ ഇന്ന് സൺഡേയാ, സ്കൂള് ലീവാ. അത് മറന്നല്ലേ? ഇന്ന് ഞായറാഴ്ച ആയിട്ടും സ്കൂളിൽ പോവാനുള്ള ഒരു ആവേശം അഭിനയിച്ചു കാണിച്ചതാ. അപ്പോഴത്തേക്ക് ഇവൻ വന്ന് കൊളമാക്കി. എന്ത് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് ആലോചിക്കായിരിക്കും അല്ലേ? എന്താ പറയുന്നത്? ഇന്ന് സൺഡേ ആണോ?
അതെ മോനെ. ഓ മൈ ഗോഡ്. അപ്പൊ ഇന്നലെ സാറ്റർഡേ ആയിരുന്നോ? അബ്സല്യൂട്ട്ലി. അപ്പൊ നാളെ മൺഡേ ആണോ? പിന്നെന്താ, മൺഡേയിലെ ആണോ? അതെല്ലാം കറക്റ്റ് തന്നെയാ. നമ്മുടെ ഭാഗത്താണ് തെറ്റുള്ളത്.